5 ലക്ഷം രൂപ നമ്മുടെ ബാധ്യത കടം വീട്ടി തന്ന വിവരം എല്ലാവരെയും സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഒരുപാട് പരിഹാസങ്ങളും ഉപദ്രവങ്ങളും എല്ലാം ഉണ്ടായിട്ടും അതിനൊക്കെ അതിജീവിച്ച് നമ്മൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മൾക്ക് ഇതുവരെ എത്തിപ്പെടാൻ സാധിച്ചു. ഇനിയും ഒരുപാട് സത്യങ്ങൾ പറയാനുണ്ട്. ആ സത്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്. നിലമ്പൂര് സ്നേഹാലയം അല്ലെങ്കിൽ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ പുതുവാദ്യാർമ്പഴം കൊട്ടാരത്തിൽ നിന്നാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഈ കൊച്ചു വീഡിയോ കണ്ടിട്ട് ചില സ്നേഹനിധികളായ അല്ലെങ്കിൽ സുമനസ്സുകളായ ആളുകൾ നമ്മുടെ 37 ലക്ഷം രൂപ ട്രസ്റ്റിന് വന്ന ബാധ്യത, അതിൽ നിന്ന് ഒരു കൂട്ടർ 5 ലക്ഷം രൂപ നമ്മുടെ ബാധ്യത കടം വീട്ടി തന്ന വിവരം എല്ലാവരെയും സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഞങ്ങൾ ഇറക്കിയ അല്ലെങ്കിൽ നമ്മുടെ നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ വീഡിയോസ് ഒരുപാട് ആളുകൾ കണ്ടിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട്. വിളിക്കുന്നവർക്കൊക്കെ തന്നെ ഞാൻ മറുപടിയും കൊടുക്കുന്നുണ്ട്, മെയിൽ ചെയ്യുന്നുണ്ട്, ആൻസർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഒന്ന്. രണ്ടാമത് വാട്സപ്പ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഈ കൊച്ചു വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാവറട്ടി എന്ന് പറയുന്ന സ്ഥലം ഗുരുവായൂർ അടുത്താണ്. നമ്മളെടുത്ത വീഡിയോസൊക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തോമസ് എന്ന് പറയുന്ന സാറാണ് നമ്മളുടെ 5 ലക്ഷം രൂപ നമ്മുടെ കടം വീട്ടി തന്ന വിവരം ഏവരെയും സന്തോഷമായിട്ട് അറിയിക്കുകയാണ്. കാരണം നമ്മൾക്ക് സ്നേഹാലയത്തിലെ ഇതുവരെ വന്ന ബാധ്യത കെട്ടിട നിർമ്മാണത്തിനും അതുപോലെ കൊറോണ പ്രളയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ നമ്മൾക്ക് ഒരുപാട് ബാധ്യതകൾ വന്നു. ധാരാളം പണം പലിശയ്ക്ക് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇങ്ങനെയൊക്കെയാണ് നിലമ്പൂർ സ്നേഹാലയത്തെ നമ്മൾ താങ്ങി നിർത്തിയത്, പിടിച്ചു നിർത്തിയത്. അവർ ഒരുപാട് പരിഹാസങ്ങളും ഉപദ്രവങ്ങളും എല്ലാം ഉണ്ടായിട്ടും അതിനൊക്കെ അതിജീവിച്ച് നമ്മൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മൾക്ക് ഇതുവരെ എത്തിപ്പെടാൻ സാധിച്ചു. ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ലാതെ ഒരുപാട് ആളുകളെ നമ്മൾക്ക് സഹായിക്കാനും നമ്മൾക്ക് കഴിഞ്ഞ വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ വീഡിയോ കണ്ടിട്ട് സന്തോഷം കൊണ്ടാട്ടാ ഇങ്ങനെയൊക്കെ പറയണേ. ഈ വീഡിയോ കണ്ടിട്ട് ആളുകൾ നമ്മുടെ സ്നേഹാലയത്തേക്ക് ഗൂഗിൾ പേ ആയിട്ട് അവരുടെ കഴിവിനനുസരിച്ച് ഒരു 10 രൂപ, 100 രൂപ, 1000 രൂപ, 2000 രൂപ, 5000 രൂപ ഇങ്ങനെയൊക്കെ ചെറിയ സംഖ്യ ആണെങ്കിലും വലുതൊക്കെ നമുക്ക് സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നേഹാലയത്തേക്ക് വരുന്ന ആളുകളെയൊക്കെ തന്നെ ആര് വന്നാലും ഏത് മതസ്ഥർ വന്നാലും എന്താവശ്യം പറഞ്ഞാലും അത് ജെന്യുവൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവരെ സഹായിച്ചിരിക്കും. അത് ഏത് ദേശം, ഏത് ഭാഷ, ഏത് ഗോത്രം, ഏത് മതം, ജാതി ഒന്നും ഇവിടെ ഈ പുതുവാദ്യാർമ്പഴം കൊട്ടാരത്തിൽ അല്ലെങ്കിൽ നിലമ്പൂർ സ്നേഹാലയത്തിന് അതില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ തന്നെ നമ്മൾക്കൊക്കെ ഭക്ഷണത്തിനായാലും ജോലി ഇല്ലാത്തൊരവസ്ഥ വന്നാലും അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണതയൊക്കെ വരും ആളുകൾ നമ്മുടെ ഇടയിലോ ചുറ്റിലോ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം സങ്കടമുള്ള ആളുകൾ, മനപ്രയാസമുള്ള ആളുകൾ നമ്മുടെ സ്നേഹാലയത്തിൻ്റെ നമ്പർ കൊടുക്കുക, കൊട്ടാരത്തിലെ നമ്പർ കൊടുക്കുക. നമുക്ക് അവരുടെയൊക്കെ കടങ്ങളും ബാധ്യതകളൊക്കെ വീട്ടിൽ കൊടുക്കാൻ നമ്മളെ ട്രസ്റ്റിന് ഇപ്പോൾ സാധിക്കില്ല. കാരണം നമ്മൾ തന്നെ കുറേ കടത്തിലാണല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ വന്ന ആളുകൾ, ഇത് നമ്മുടെ സ്നേഹാലയത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുട്ടികൾ 47 പേരാണ് നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന കുട്ടികൾ കേട്ടോ. അപ്പോൾ വസ്ത്രങ്ങളായിട്ടും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആയിട്ട് അരിസാധനങ്ങളായിട്ട് ഒക്കെ നമ്മൾക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലും എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ജന്മദിനമാവട്ടെ അല്ലെങ്കിൽ വിവാഹമാവട്ടെ, വിവാഹ വാർഷികം, ജോലി കിട്ടിയത്, അതുപോലെ തന്നെ വല്ല നേർച്ചകൾ ഉണ്ടാവുമല്ലോ, വഴിപാടുകൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ രോഗം മാറാനൊക്കെയോ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാതിരിക്കുമ്പോഴുണ്ടാവുന്ന വിഷമങ്ങൾക്കൊക്കെ ഒരു പാവങ്ങൾക്ക് ലേശം ഭക്ഷണം കൊടുക്കുക,
അത് നിലമ്പൂർ സ്നേഹാലയത്തിലേക്ക് അല്ലെങ്കിൽ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിലേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾക്കൊക്കെ അതിനൊക്കെ ഫലം ഉണ്ടാവും എന്ന് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. കാരണം നമ്മുടെ കഴിവല്ല, ഇവിടുത്തെ കുട്ടികൾ, പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമ്പോൾ അവരുടെ ഒരു പ്രാർത്ഥനയാണ് ഇതുകൊണ്ടൊക്കെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇങ്ങനെ വിഷമമുള്ള ആളുകളെയൊക്കെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഭക്ഷണം കിട്ടാൻ ഗതിയില്ല, അരിയില്ല, സാധനങ്ങളില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ പായല്ല, തലയണയില്ല എന്നൊക്കെ വിഷമങ്ങൾ ധാരാളം ഉള്ള വളരെ അശരണരായ ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയ്ക്കൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുത്തുക. കാരണം നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമുക്ക് അവർക്ക് ചെയ്യാൻ സാധിക്കും, ഉറപ്പാണ്. ആരായാലും ഏത് രാത്രിയിൽ വന്നാലും വിശക്കുന്ന ആളുകൾക്ക് ഇവിടെ 24 മണിക്കൂറും ഇവിടെ ഭക്ഷണം ഉണ്ടാവും. നിലമ്പൂർ ജ്യോതിപ്പടി LIC ഓഫീസിൻ്റെ അടുത്താണ് നമ്മൾ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെയും നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെയും ഒക്കെ ഓഫീസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പരമാവധി ഒന്ന് പ്രചരിപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വിശേഷം ഉണ്ടാകുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം തരാൻ നോക്കുക. അത് പാകം ചെയ്ത ഭക്ഷണം സ്നേഹാലയം സ്വീകരിക്കും, അരിസാധനങ്ങൾ നമ്മൾ സ്വീകരിക്കും. അതുപോലെ വസ്ത്രങ്ങൾ, ഉപയോഗിച്ച വസ്ത്രങ്ങളാണെങ്കിൽ നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ ഞങ്ങൾ വേർതിരിച്ച് ഓരോ പ്രായത്തിനനുസരിച്ചൊക്കെ ഇവിടെ വെക്കും. അത് കൊണ്ടുപോകാൻ ധാരാളം ആളുകൾ, പാവപ്പെട്ട കുട്ടികളും ആൾക്കാരും അമ്മമാരും അച്ഛന്മാരും ഒക്കെ വരാറുണ്ട് ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗശൂന്യം എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ അത് ഒരുപാട് പേർക്ക് ഉപയോഗപ്രദമാവും എന്നുള്ളത് വിശ്വസിച്ചിട്ട് നിങ്ങൾ ട്രസ്റ്റിനെ വിളിക്കുക. ട്രസ്റ്റിൻ്റെ വണ്ടി അല്ലെങ്കിൽ ഞാൻ തന്നെ അവിടെ നിങ്ങളുടെ അടുത്ത് എത്തി അത് കളക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറക്കരുത്, നിങ്ങളുടെ വീട്ടിൽ വിശേഷ ദിവസം ഉണ്ടാകുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം തരാൻ മടിക്കണ്ട. കാരണം വിശക്കുന്നവർക്കാണ് ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുക. നമ്മൾ ഭക്ഷണം ഈ ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും കുട്ടൻ ബിരിയാണിയും ഒക്കെ കഴിച്ച് പല്ലുകുത്തിരിക്കുന്ന വിശപ്പില്ലാത്ത ആളുകൾക്കല്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അർഹിക്കുന്ന ആളുകൾക്കാണ് നിങ്ങളുടെ സഹായം, ഓരോ സഹായം എത്തുക. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ അത് എല്ലാവരും മനസ്സിലിരുന്നോട്ടെ. നിലമ്പൂർ സ്നേഹാലയം അല്ലെങ്കിൽ പാഞ്ചജന്യം ട്രസ്റ്റ് എന്നാണ്. അപ്പോൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ് നമ്മുടെ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം നിലകൊള്ളുന്നത്. ഈ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിന് ഇവിടുത്തെ അംഗമാവാൻ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ക്ഷേത്രത്തിനാവട്ടെ അല്ലെങ്കിൽ നിലമ്പൂർ സ്നേഹാലയത്തിനാവട്ടെ 501 രൂപ. 501 രൂപയാണ് ഈ നിലമ്പൂർ സ്നേഹാലയത്തിലെ മെമ്പർഷിപ്പ്. അല്ലെങ്കിൽ നമ്മുടെ മഹാക്ഷേത്രം നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്ന മഹാക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിൽ പങ്കാളിയാവാൻ 501 രൂപയാണ് മെമ്പർഷിപ്പ് ഫീസ്. അപ്പോൾ അത് തന്ന് സഹായിക്കാൻ അല്ലെങ്കിൽ മെമ്പർ ആവാൻ ആഗ്രഹിക്കുന്ന സ്നേഹനിധികൾ ഏത് ജാതിയോ മതമൊക്കെ ആയിക്കോട്ടെ കേട്ടോ. ഇവിടെ അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും പ്രവർത്തനങ്ങളിൽ ഒരു ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയം ഉണ്ടാവും, ഒരു തർക്കവും വേണ്ട. എന്നാൽ ഈ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ പ്രവർത്തനത്തിൽ ഒരു ജാതിയുമില്ല, ഒരു മതവുമില്ല, ഒരു രാഷ്ട്രീയവുമില്ല. മനുഷ്യനെ വേർതിരിച്ച് കാണാതെ എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ കൊട്ടാരത്തിലെ. അപ്പോൾ അതുകൊണ്ട് ഈ വിവരം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഇതൊരു NGO ട്രസ്റ്റാണ്. NGO എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ATG 12 നീതി ആയോഗ് എന്നൊക്കെ പറയുന്ന എല്ലാ പേപ്പറും എല്ലാ സർട്ടിഫിക്കറ്റും നമ്മുടെ ഈ സ്നേഹാലയത്തിന് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ തരുന്ന സംഭാവനകൾ ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പാൻ നമ്പറും പേരും തന്നാൽ മതി. ടാക്സ് എക്സംഷൻ റെസീറ്റാണ് ഞങ്ങൾ അയച്ചു തരിക. ഓക്കെ, അപ്പോൾ വാട്സപ്പ് നമ്പറും വിളിക്കേണ്ട നമ്പറും അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പർ, Paytm, ഫോൺ പേ എല്ലാം തന്നെ 9895 35 70 69 എന്ന നമ്പറാണ്. 9895357069. ഓക്കെ, മറക്കരുത്. കാരണം പരമാവധി ബന്ധുമിത്രാദികളുടെ ശ്രദ്ധയിലേക്കും മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് നമ്മളെ സഹായിക്കുക. കാരണം ഇത് ഇന്നേക്ക് വേണ്ടിയല്ല, ഈ കർമ്മങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നാളേക്കും കൂടിയാണ്. നാളെ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയാണ്. നിലമ്പൂര് ജ്യോതിപ്പടിയായിട്ടാണ് നമ്മൾ ഈ മഹാക്ഷേത്രം നിർമ്മിക്കുന്നത്. ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ഇപ്പോൾ വഴിപാടുകളായിട്ടും അതുപോലെ ചെറിയ ചെറിയ സംഖ്യകളൊക്കെ ഇതര മതസ്ഥരായ സഹോദരങ്ങളും നമ്മൾക്ക് തന്നു തുടങ്ങിയ വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. അത് ഭയങ്കര സന്തോഷമുള്ള സംഗതിയാണ്. കാരണം നമ്മുടെ ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞ സ്നേഹനിധികളാണ് മലപ്പുറം ജില്ലയിലെ ആളുകൾ. പ്രത്യേകിച്ച് ജില്ലയിലേക്ക് വെളിയിലെ തൃശ്ശൂർ ആവട്ടെ, ആലപ്പുഴ ആവട്ടെ, പത്തനംതിട്ട, ഇങ്ങനെയുള്ള ഓരോ ജില്ലകളിലും അതുപോലെ പാലക്കാട് ഭാഗത്ത്
നമ്മൾക്ക് ഒരു സാറാണ്. അദ്ദേഹം വന്നിട്ട് മുഹമ്മദ് കുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം നമ്മൾക്ക് വന്നിട്ട് 10,000 രൂപയാണ് നമ്മുടെ സ്നേഹാലയം ട്രസ്റ്റിലേക്ക് നമ്മൾക്ക് സംഭാവന തന്നിരിക്കുന്നത് മിനിഞ്ഞാണ്. അതിപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എന്തൊക്കെയോ അല്പജ്ഞാനത്തിൽ എന്തൊക്കെയോ പറയുന്ന, എന്തെല്ലാമോ പറയാൻ ആഗ്രഹിക്കുന്ന, ആരും പറയാൻ മടിക്കുന്ന, പേടിക്കുന്ന, അല്ലെങ്കിൽ നാണിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു മടിയുമില്ലാതെ ഞങ്ങളിത് പറയും. ഇനിയും ഒരുപാട് സത്യങ്ങൾ പറയാനുണ്ട്. ആ സത്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞിരിക്കും. അതാണ് നിലമ്പൂർ സ്നേഹാലയം, അല്ലെങ്കിൽ നിലമ്പൂർ ശ്യാം സുന്ദർ എന്നോ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നോ പറയുന്ന ഞാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലൊക്കെ അരി, റേഷനരി ഉണ്ടാവും അല്ലേ? ഈ റേഷനരി പലരും മേടിക്കില്ല. കാരണം നല്ല അരി മാത്രമാണ് ചിലർക്കൊക്കെ കഴിക്കാൻ സാധിക്കുക. അപ്പോൾ റേഷനരി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ നമ്മുടെ സ്നേഹാലയത്തിലേക്ക് ഈ അരി എത്തിച്ച് തരാൻ സാധിച്ചാൽ അതും ഒരു വലിയൊരു കർമ്മം തന്നെയാണ്. അല്ലെങ്കിൽ എന്താ സംഭവിച്ചാൽ കുട്ടികളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവും നമുക്ക്. കാരണം ഈ അരി നമ്മുടെ സ്നേഹാലയത്തിലേക്ക് വേണ്ട അത്യാവശ്യ അരി എടുത്തിട്ട് ബാക്കി പാവപ്പെട്ട ആളുകൾക്ക്, ഗ്രാമങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾക്ക്, കുട്ടികൾക്ക്, രോഗികൾക്കൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തെരുവോരത്തേക്കുള്ള പൊതിച്ചോറ് എന്നും ഉണ്ട് ഇവിടെ. കഴിയുന്ന പോലെ ചില ദിവസങ്ങളിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കും സ്പോൺസർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ. അതുപോലെ ഊരുകളിൽ, നമ്മുടെ ഊരുകൾ എന്ന് പറഞ്ഞാൽ ട്രൈബൽ മേഖലയിലെ, ആദിവാസി മേഖലയിലെ സഹോദരങ്ങൾക്ക് ഈ ഒരു പൊതിച്ചോറുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് നല്ലന്തണ്ണി, മുതിരി, കൊട്ടുപാറ, പെരുവമ്പാടം, പെരുമ്പത്തൂർ, വടപുറം, പാടിക്കുന്ന്, അങ്ങനെ കഴിയുന്ന പോലെ ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതര മറ്റുള്ള ദൂര ഗ്രാമങ്ങളിൽ നിന്നുള്ള ഊരുകളിൽ നിന്നൊക്കെ നമ്മൾക്ക് ഇവിടെ സഹായത്തിനായിട്ട് ആളുകൾ എത്തുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ തന്നെ നമ്മളാലാവുന്ന സഹായം ചെയ്യാൻ നിങ്ങളും കൂടി ഈ ഒരു മഹത്തായ സംരംഭത്തിലേക്ക് പങ്കാളിയാവണമെന്നാണ് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കാനും അപേക്ഷിക്കാനുള്ളത്. അതുകൊണ്ട് നിലമ്പൂർ ജ്യോതിപ്പടി LIC ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഗാലക്സി അപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ നിലമ്പൂർ സ്നേഹാലയം എന്ന, അല്ലെങ്കിൽ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ കമ്മിറ്റി ഓഫീസ് ഒക്കെ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയവും ഈ സ്നേഹാലയത്തിൻ്റെ പടി കയറി വരാം. ഏത് സമയവും. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ കൊച്ചു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. കാരണം ഞങ്ങൾക്ക് ഒന്നിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം കൊണ്ട് 500 പേരോ 1000 പേരോ ഒക്കെയാണ് സബ്സ്ക്രൈബ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും യൂട്യൂബിൽ നിന്നൊക്കെ വല്ല ചില്ലറ കിട്ടിയാൽ അത് വ്യക്തിപരമായ രീതിയിൽ അടിച്ചു പൊളിക്കാനും സന്തോഷിക്കാനും കുടുംബത്തേക്ക് വേണ്ടിയല്ല, സഹജീവികൾക്ക് വേണ്ടിയുള്ള സഹായത്തിന് തന്നെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നത്. എല്ലാവരും ഞങ്ങളെ സഹായിക്കുക. നിങ്ങളുടെ വീട്ടിൽ വിശേഷം ഉണ്ടാകുമ്പോൾ സ്നേഹാലയത്തെ ഓർക്കുക. ഈ മഹാക്ഷേത്രം നിർമ്മിക്കുന്ന നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിലേക്ക് നിങ്ങളാലാവുന്ന സംഭാവനകൾ, വെട്ടുകല്ലോ, സിമൻറ്റോ, അതുമല്ലെങ്കിൽ കമ്പിയോ, മണലോ, എന്തിന് നിങ്ങളുടെ വീട്ടിൽ വെട്ടുകല്ലോ ഒക്കെ അനാവശ്യമായിട്ട് ആവശ്യം കഴിഞ്ഞതിന് ശേഷം ബാലൻസ് വരുന്ന കല്ലുണ്ടെങ്കിലും നിലമ്പൂർ സ്നേഹാലയത്തിലേക്ക് അല്ലെങ്കിൽ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ നമ്പറിലേക്ക് വിളിക്കൂ. ഞങ്ങൾ അവിടെ വന്ന് അത് കളക്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ മഹനീയമായ അല്ലെങ്കിൽ ജനകീയ പങ്കാളിത്തത്തോട് നിർമ്മിക്കുന്ന ഈ മഹാക്ഷേത്രത്തിനും ഈ സാധുജന സംരക്ഷണത്തിനും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കൈനീട്ടുകയാണ്. എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. എല്ലാവർക്കും പാദ നമസ്കാരം. നമസ്തേ.